നിങ്ങളിപ്പോ ആരെയും വിളിക്കണ മാഷെ? ചാകോ മാഷെ. എടുക്കണില്ലേ? റിങ്ങുണ്ട്, എടുക്കണില്ല. മനപ്പുറവ് അറിയണ്ടാവും, വേണോന്ന് വെച്ചെടുക്കാതിരിക്കുക. ഉണ്ണി മാഷ് വിളിച്ചു നോക്കി. സ്വിച്ച് ഓഫ്. എല്ലാ മാഷുമാരോടും നിർബന്ധമായിട്ട് ഇന്ന് രാവിലെ എത്തണം എന്ന് ഞാൻ പറഞ്ഞ മാഷെ തന്നെ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു. ഇതേമാതിരി ഓരോരുത്തരും ഞാനും ഓർമ്മപ്പെടുത്തിയതാ. ഒരാളിന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ നിങ്ങൾ രണ്ടാളും? ഒന്ന് പുറത്തിറങ്ങിയൊക്കെ എത്ര കുട്ടികളെ വന്നിരിക്കണ അറിയാം. പല കുട്ടികൾ അവിടെ പുല്ല് പറിച്ചോണ്ടിരിക്കണം. അവർക്കുള്ള ഒരു ഇത് നമ്മുടെ അധ്യാപകർക്ക് വേണ്ടേ? ഒരു കാര്യം ഞാൻ പറയാം, നാളെ ഞങ്ങളെ രണ്ടുപേരെയും വെച്ച് സ്കൂൾ നടത്താന്ന് വിചാരിക്കണ്ട, സാറന്മാര് വേണം ഇവിടെ. അതെന്താ മാഷ അങ്ങനെ പറയണേ? നിങ്ങളെ രണ്ടാളെ വെച്ചിട്ട് എനിക്ക് ക്ലാസ് നടത്താൻ പറ്റുമോ? പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഇന്നിപ്പോ ഈ മീറ്റിങ്ങിന് വരാത്ത അധ്യാപകരുടെ വീട്ടിലൊക്കെ നമുക്കൊന്ന് പോകാൻ പറ്റുമോ? ഞാൻ ഫ്രീയാ, ഞാൻ വേണമെങ്കിൽ മാഷ ഇവിടെ വരാം. അതൊരു നല്ല കാര്യമാണ്. മാഷ പോയാലോ? അല്ല മാഷെ, എനിക്ക് വേറൊരു ചെറിയ അത്യാവശ്യം ഉണ്ടായിരുന്നു, ഒന്ന് ഒഴിവാക്കി തന്ന. ശരി ശരി ശരി. പക്ഷെ നാളെ അങ്ങനെ വരുത്, കാലത്ത് നേരത്തെ എത്തണം. പിന്നെ എത്തും. സാറേ വാ. എന്തിടാ സാറേ, ഞങ്ങളുടെ ക്ലാസ്സിലെ ബെഞ്ചിൽ ചെതലടിച്ചിരിക്കുന്നു. ചെതലടിക്കേ? എടാ ചെതല് പിടിക്കുക, അതും കൂടി ശരിക്കും പറയാറില്ല. സാറേ അത് മാത്രല്ല, ഞങ്ങളുടെ ക്ലാസ്സിന് മുകളിൽ ഒരു വലിയ തേനീച്ചക്കൂടുണ്ട്. അയ്യോ, അതിലേക്കൊന്ന് പിള്ളേര് കല്ലെടുത്തറിയാതെ നോക്കണം. അത് മാത്രല്ല 8B ഒരു വലിയൊരു പൊത്തുണ്ട്. അതാ എന്നെ ചേരയും പാമ്പറ്റ പറഞ്ഞ എന്താക്കും മാഷേ? മൊത്തത്തിൽ ഇന്നിപ്പോ എത്ര പേര് വന്നിട്ടുണ്ട്? സാറേ ഒരു 10-18 പേര് വന്നിട്ടുണ്ട്. എന്നാ അവരോടൊന്ന് ക്ലാസ്സുകാരുടെ പറയട്ടാ, അതൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഒന്നാമത് അവരോടൊക്കെ പോകാൻ പറയാല്ലേ മാഷേ? പോയിക്കോട്ടെ പോയിക്കോട്ടെ, നമ്മളൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം നാളെ വന്നാൽ മതി. നാളെയല്ലേ ക്ലാസ് തുടങ്ങണേ, അപ്പൊ എല്ലാവരോടും നാളെ വരാൻ പറഞ്ഞാൽ മതി. നമുക്ക് പോയിട്ട് വരാത്ത മാഷ്മാരെയൊക്കെ ഒന്ന് കണ്ടുവരാം. സാറേ ഞങ്ങളും കൂടെ വരട്ടെ? എങ്ങോട്ട്? അല്ല, സാറന്മാരെയൊക്കെ ഒന്ന് കാണാനായിട്ട്. എടാ അതിപ്പോ നാളെ മാഷ്മാരും കൂടി വരില്ലേ, അപ്പൊ കണ്ടാ പോരെ? സാറേ അതല്ല, കുറെ നാളായില്ലേ മാഷുമാരെയൊക്കെ കണ്ടിട്ട്. എന്നാ പിന്നെ ഒരു മൂന്നോ പോരെ പോരെ. മാഷെ നാളെ രാവിലെ മറക്കരുത്, ഞങ്ങളിന്ന് പോയി ഇവരെ കണ്ടിട്ട്. വാ പോര്. ഒരു കൊച്ചു ചുംബനത്തിൻ മണിപുഷ്പ പേടകത്തിൽ ഒരു പ്രേമവസന്തം നീ ഒതുക്കിയല്ലോ, അതിനുള്ളിൽ തുളുമ്പിയ മകരന്ത കണങ്ങളിൽ അഭിലാഷ സാഗരങ്ങൾ തുളുമ്പിയല്ലോ. ഒരു കൊച്ചു ചുംബനത്തിൻ മണിപുഷ്പ പേടകത്തിൽ ഒരു പ്രേമവസന്തം നീ ഒതുക്കിയല്ലോ, അതിനുള്ളിൽ തുളുമ്പിയ മകരന്ത കണങ്ങളിൽ അഭിലാഷ സാഗരങ്ങൾ തുളുമ്പിയല്ലോ. ഒരു കൊച്ചു ചുംബനത്തിൻ. ആ റിമോട്ടിനെടുത്ത് റിമോട്ടിനെടുക്ക്. അപ്പൊ എന്തിനാ നിർത്തിയത്? നിങ്ങൾക്ക് എന്താ കുഴപ്പം? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ലല്ലോ. ഇല്ല. എവിടെയെങ്കിലും വേനുണ്ടോ? ഇല്ല. ഒരു പ്രശ്നമില്ലല്ലോ. ഇല്ലാന്നേ. പിന്നെ ഈ റിമോട്ട് എടുക്കാൻ എന്നെ അവിടുന്ന് ക്ഷണിച്ചു വരുത്തണോ? നിനക്ക് ആ റിമോട്ട് ഒന്ന് എടുത്ത് എന്റെ കയ്യിൽ തന്നെന്താ കുഴപ്പം? ഇതൊന്ന് കൈ നീട്ടി എടുക്കാൻ എന്ത് പറ്റും? എന്റെ പൊന്നു വേണ്ടു, നിന്നോട് ഞാൻ വഴക്കിനും വക്കാണത്തിനും ഒന്നും വരുന്നില്ലല്ലോ. ഞാനൊരു പാവം പിടിച്ചാൽ എവിടെയെങ്കിലും ഇരിക്കുന്നു കിടക്കുന്നു, ഇത്രയല്ലേ ചെയ്യുന്നുള്ളൂ. ഇതൊന്നും നിനക്ക് പറ്റുന്നില്ലേ? അതും പറ്റണില്ല. നിങ്ങൾ ഈ മടി പിടിച്ച് കിടക്കണെന്താന്നേ? ഞാനിനി എന്ത് വേണം അത് പറ. നീ നാളെ സ്കൂളിൽ പോണ്ടാണോ? സ്കൂളിൽ ഞാൻ പോണില്ല. പോണില്ല. ഏട്ട നാളെ സ്കൂള് തുറക്കൂന്ന്. അവിടെ പോയ 10-60 കുട്ടികളുടെ ആ ക്ലാസ്സിൽ എല്ലാം കൂടെ അങ്ങ് ഒച്ചിട്ട് കഴിഞ്ഞ കാക്കക്കൂട്ടത്തിൽ കല്ലിട്ട പോലെയും എനിക്ക് തല പെരിക്കും. അപ്പൊ ഇനി പഠിപ്പിക്കാൻ പോണില്ലേ? പഠിപ്പിക്കാനൊന്നും ഞാൻ പോണില്ല. അപ്പൊ ശമ്പളം വേണ്ടാന്ന് പറഞ്ഞോ? ശമ്പളം ഇല്ലെങ്കിൽ പിന്നെ ഭക്ഷണം കഴിക്കണ്ടേ? പിന്നെ പഠിപ്പിക്കാൻ പോകാതെ ആര് ശമ്പളം തരും നിങ്ങൾക്ക്? അത് സർക്കാർ തന്നോളൂ. ഇത്രയും ദിവസം വെറുതെ ഇവിടെ കിടന്ന് അങ്ങ് സുഖിച്ചു പോയി. പോയി ആ നോട്ടൊക്കെ എടുത്ത് വെച്ചേ. ഞാൻ സ്കൂളിൽ പോണില്ല നിന്നോട് പറഞ്ഞില്ലേ? എന്ത് കഷ്ടം. ആ കോളാമ്പീൻ എടുക്കുന്ന എനിക്ക് ദേഷ്യം വരും കേട്ടോ മനുഷ്യ. ആ കോളാമ്പീൻ ഇവിടെ കോളാമ്പി ഇല്ലെന്ന എന്താ അവിടെ തുപ്പടെ? എന്റെ ഏട്ടാ അവിടെയൊക്കെ വൃത്തികേടായ ആരും ഒന്ന് വൃത്തിയാക്കും. മുറ്റത്ത് പോയേ പോ, മുറ്റത്ത് പോ. എന്റെ വീടാണ്, ഞാൻ തുപ്പും. മുറ്റത്ത് പോവാൻ നിനക്ക് സത്യമാഷ വിടാറില്ലേ? ഇല്ല. അപ്പൊ ഈ ക്ലാസ്സില്ലാത്ത സമയത്ത് നീ സംശയം ഫോൺ ചെയ്ത് ചോദിക്കാറില്ല? സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാ നിനക്ക് ആദ്യം മുതലേ സംശയമല്ലേ, ഞാൻ കാണിച്ചുതരാം. ഞാൻ ആ സുഗത മാഷും മൊയ്തു മാഷൊക്കെ വരുന്നുണ്ടല്ലോ, അവരെന്തിനാ ഇങ്ങോട്ട് വരുന്നത്? നിങ്ങളെ കാണാനായിരിക്കും.
എന്തിനാ എന്നെ കാണാൻ പറഞ്ഞത്? നാളെ സ്കൂൾ തുറക്കല്ലേ, അത് പറയാൻ വേണ്ടി. സ്കൂള് തുറക്കണ കാര്യം ടിവിയിലും പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഇപ്പൊ അവര് ക്ഷണിക്കാൻ പറഞ്ഞ കാര്യമുണ്ടോ? ഏട്ടന്റെ മടി അവരറിഞ്ഞിട്ടുണ്ടാവും. എന്നൊരു കാര്യം ചെയ്യ്, ഞാനിവിടെ ഇല്ലാന്ന് അവിടെ ചെന്ന് പറ. ഇല്ല, എന്റെ ഏട്ടാ എന്ത് പറഞ്ഞാലും നാളെ സ്കൂളിൽ പോയേ പറ്റൂ. ഞാനെങ്ങാനും ഇവിടെ ഉണ്ട് എന്ന് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ നീ തിരിച്ച് ഇങ്ങോട്ട് വരുന്ന സമയത്തേക്ക് ഞാൻ ഈ ഫാനിന്റെ മുകളിൽ കെട്ടി തൂങ്ങിച്ചാവും. പറഞ്ഞ ഞാൻ ചെയ്യും. എന്താ ഏട്ടാ ഈ പറയണേ? പോയിട്ട് പറ, അല്ലേ പറ. ഞാൻ എങ്ങനെ അവരോട് പറയണേ? എന്താണ്? ഇല്ലാന്ന് പറ. വീടാണ്. ഞാൻ ഇവിടെ മുമ്പ് ഒരിക്കലും വന്നിട്ടുണ്ട്. അല്ലേ? ഇതന്നെ വീട്. നിങ്ങൾ വരി. വാ, നമുക്ക് ചോദിച്ചോക്കാം. മാഷെ, എന്താ പണ്ടോതിരി കൊറേ കാലമായില്ലേ കണ്ടിട്ട്? അതെ, കൊറേ നാളായി കണ്ടിട്ട്. കൊറോണ വന്നതിന് ശേഷം നമ്മൾ ആരും കണ്ടില്ല. ഇല്ലല്ല, പിന്നെ കേറണില്ലേ? അല്ല, എവിടെ സത്യമാഷ? അവിടെ പിന്നെ മാഷെ, അതെന്താ അറിയോ, നാളെ സ്കൂൾ തുറക്കുകയാണല്ലോ. അപ്പൊ എല്ലാ മാഷന്മാരോടും നിർബന്ധമായിട്ട് സ്കൂളിലേക്ക് വരാൻ പറഞ്ഞതാ. അവിടേക്ക് ഒന്ന് ശുചീകരിക്കണം, ഭാവി കാര്യങ്ങൾ സംസാരിക്കണം. പക്ഷെ സത്യമാഷ് വന്നില്ല. ഫോൺ ചെയ്തിട്ട് എടുക്കണമല്ലോ. അങ്ങോട്ട് വരണോന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ അപ്പോഴാണ് അമ്മാവന് വയ്യെന്നും പറഞ്ഞ് ഫോൺ വന്നേ. എവിടെയാണ്? ആശുപത്രിയിലേ. ശരി. എത്ര നാളായെന്നറിയോ മാഷിനെ കണ്ടിട്ട്? കുട്ടിയൊക്കെ കണക്ക് മാഷെ കാണാൻ വേണ്ട പൂതിയാണ്. അതെ, മാഷ് വന്നു കഴിഞ്ഞാൽ എന്നെ ഒന്ന് വിളിക്കാൻ പറയും. ഇനിയിപ്പോ വിളിക്കാൻ പറ്റില്ലെങ്കിൽ നാളെ നിർബന്ധമായിട്ടും വരണം. അല്ല, ഈ കോയ മാഷിന്റെ വീട് എവിടെയാ? മാഷിന്റെ വീടേ ഇവിടുന്ന് നേരെ പോയിട്ട് ആദ്യത്തെ ലെഫ്റ്റ് എടുത്താൽ മതി. അവിടെ നമ്മളെ റേഷൻ പീടിയുടെ അടുത്തല്ലേ? അതന്നെ. എനിക്കറിയാം. മാഷു ഇതേപോലെ വന്നിട്ടില്ല. മാഷിനെ നേരിട്ടൊന്ന് കാണാനാ. ശരി ശരി, നടക്കുക. ഈ മനുഷ്യനോട് ഞാൻ ഇനി എന്ത്? അല്ല മൊയ്തു മാഷേ, ഇതന്നെയല്ലേ കോയക്കാന്റെ പറമ്പ്? ഇതന്നെയാണ്. ഒരു 1.5 ഏക്കർ സ്ഥലമുണ്ട്. നിലവിളിക്കല്ലേ ഇതാ വരണേ. കോയ മാഷല്ലേ അത്? അല്ലാ, മൊയ്തു മാസം സൂതമാസം എന്തപ്പ എല്ലാരും കൂടെ ഇങ്ങട്? അത് ശരി. നിങ്ങൾ അങ്ങോട്ട് കാണാണ്ടായ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വരണ്ടേ? എങ്ങട് കാണാണ്ടായാല്? എന്താ മാഷ ഒന്നും അറിയാത്ത പോലെ? നാളെ സ്കൂള് തുറക്കല്ലേ, ഇന്ന് മീറ്റിംഗ് ഉണ്ട് പറഞ്ഞ് വരാൻ പറഞ്ഞല്ലേ? എന്താ ഇങ്ങള് പറയണ? ഇന്ന് മീറ്റിങ്ങോ? ആര് പറഞ്ഞേ? കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ടപ്പോ പറഞ്ഞല്ലേ, പിന്നെ ഫോണും ചെയ്തില്ലേ ഞാൻ? പൊന്നാര സുഗതമാസ ധാരപ്പ ഇന്റെ ഇടയിൽ ഇതൊക്കെ ആലോചിക്കണേ. അങ്ങനെ മീറ്റിംഗ് ഉണ്ട്, നിങ്ങൾക്ക് ഇന്ന് രാവിലെ ഒന്ന് വിളിച്ചു പറയണ്ടേ നിങ്ങള്? ഇനിയിപ്പൊ ഇന്ന് വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, അത് പോട്ടെ. നാളെ സ്കൂൾ തുറക്കാണല്ലോ, നേരത്തെ അങ്ങോട്ട് എത്തിയാ മതി. നാളെ സ്കൂൾ തുറക്ക്? ആരോട് വെച്ചിട്ട്? ഇതെന്തായി മാഷ ഒന്നും അറിയാത്ത പോലെ പറയുന്നത്? മാഷെ 9 മാസമായിട്ട് പൂട്ടിക്കിടക്കണല്ലേ, ഇതൊന്ന് തുറക്കണ്ടേ നമുക്ക്? പടച്ച റബ്ബ, ഞാൻ ആ ബംഗാളി ചക്കന്റെ തല ഞാൻ തല്ലി പൊളിക്കും. ഞാൻ നോക്കിക്കോളി. ഓനെ പറഞ്ഞ അടുത്ത മാസം സ്കൂൾ തുറക്കണേന്ന്. നിങ്ങൾ ഈ ബംഗാളികളെ വർത്താനം കേൾക്കാൻ നിൽക്കണോ? കേരളത്തിൽ സ്കൂൾ തുറക്കാൻ ഇങ്ങനെ പേപ്പർ വായിച്ചാ പോരാ, അല്ലെങ്കിൽ ടിവിയിലെ ന്യൂസ് കണ്ടാ പോരാ നിങ്ങൾക്ക്? തിന്നപ്പ ഈ പറയണ നാളൊക്കെ വരാൻ പറ്റൂല കേട്ടോ. അപ്പൊ സ്കൂളിൽ കുട്ടികളെ ആരാ ഹിന്ദി പഠിപ്പിക്കണത്? അല്ല, ഹിന്ദി പഠിപ്പിക്കണ എന്റെ അല്ല. അപ്പൊ അത് ഇപ്പൊ എന്തപ്പ മാഷ് പറഞ്ഞോ? അല്ലപ്പ ആരൊക്കെ നാളെ എന്തായാലും വരുമല്ലോ. നാളെ ഞാൻ വരുന്ന മാസം. എന്താ നിങ്ങള് പറഞ്ഞേ? ഈ 4-5 പശുക്കളിനെ പെടുത്തിട്ട് ഞാൻ എവിടേക്ക് വരുന്ന പറഞ്ഞ നിങ്ങള്? നിങ്ങൾക്ക് ഇവിടെ 4-5 പശുക്കള്, അവിടെ 850 കുട്ടികളുണ്ട് നിങ്ങളെ കാത്തിക്കണ്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി മാസേ. അതാ വരുന്നത്. നോക്ക് നിലവിളിക്കണ നോക്കണ്ട. മിണ്ടാ പ്രാണികളാണ്. കുട്ടികളോട് കാര്യങ്ങളും പറഞ്ഞ മനസ്സിലാക്കാം. എന്താ ചെയ്യാ മക്കളെ? നിങ്ങള് മാഷ് വരണ്ട് കേട്ടോ. നാളെ മാഷ അങ്ങോട്ട് വരണം. നാളെ ഞാൻ ഇല്ലേ, അതാണ്. നാളെ ഇല്ലെങ്കിൽ പിന്നെ മാഷ് സ്കൂളിലേക്കേ വേണ്ട. മാഷേ, എനിക്ക് അത്രേ പറയുള്ളൂ. നാളെ ഞങ്ങൾ അവിടെ കാത്തുക്കും വരിക. വന്നില്ലെങ്കിൽ എന്താ ഉണ്ടാവുക അറിയാലോ, എന്നറിയാലോ. മാഷ് വന്നേ. പക്ഷെ വെറുതെ ഒരു ജോലി കളയാൻ നിൽക്കണ്ടല്ലോ. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെന്നായിരുന്നു നിർബന്ധിച്ചു കൊണ്ടുപോകാൻ പണി. ഇപ്പൊ അവരൊക്കെ വലത്താണല്ലോ നിങ്ങൾ അധ്യാപകര്. എടുക്കണ പണിയോടെ ആത്മാർത്ഥ കാണിക്ക്. വരി മക്കള് വരി. നാളെ പറഞ്ഞോ. ചന്തി തന്നെ അടിച്ചു പൊട്ടിക്കും. നാളെ വന്നാ മതി. ഇതൊന്നും നേരാവണില്ല പടച്ചോനെ. അതേമാതിരി തന്നെ എല്ലാത്തിന്റെയും സ്വഭാവം. ഒരാള് നന്നാവണ് കണ്ടുകൂടാ. അതാ വരില്ല. നിങ്ങളോടൊന്നും ആർക്കും താല്പര്യമില്ല. വരുന്നു നിലവിളിക്കല്ലേ. ജോസേട്ടാ, ഒരു 2008 പോളോ റെഡ് കളറ് ഫുൾ ഓപ്ഷൻ ആണെന്നേ. ചോറ് ഒരു 10-20 കിലോമീറ്റർ അത് ഓടിയിട്ടുള്ളൂ. നമുക്ക് കുറച്ച് ഇല്ല ഇവിടെ നമുക്ക് പോയി ഓടിച്ചു നോക്കാം. വണ്ടി ഫുൾ ഗ്യാരണ്ടി ആയിരുന്നേ. കാര്യല്ലേ പറയണ? ശരിയെന്നാ. ചോറുണ്ടോ? ബിരിയാണി ഏതാ ഉള്ളത്?
ബിരിയാണി പുറത്തൊരു ബോർഡ് വെച്ചേക്കണ നീ കണ്ടായിരുന്ന? വീട്ടിലെ ഊണ് കണ്ടായിരുന്നാ? കണ്ടു. വായിച്ചായിരുന്നാ? ഉവ്വ. നീ ബിരിയാണി കഴിക്കുള്ളോ? ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കഴിക്കാം. ടൗണിൽ ഞാനൊരു കട നോക്കിയിട്ടുണ്ട്. 2 മാസം കഴിഞ്ഞ് തുടങ്ങും. അവിടെ ബിരിയാണി എല്ലാ ഐറ്റവും ഉണ്ടാവും. നീ അപ്പോഴും വാ. അയ്യോ വേണ്ട വേണ്ട വേണ്ട. ഊണ് ഊണ് ഊണില്ല, ചോറും കറിയുള്ളൂ. തരാം. എങ്ങനെയാ ഇതെപ്പോ ഞാൻ കണ്ടില്ല. അയ്യോ ഇല ഇല. എന്തൊക്കെ കഴിച്ചേ? ഇന്നലെ കഴിച്ചായിരുന്നു. എടാ നീ ഇന്നലെ എന്തോ കഴിച്ചത് ഞാൻ എങ്ങനെ ഓർക്കണേ? ഇന്നലെ ഇന്നലെ ഞാൻ എത്ര വാങ്ങി? ഇന്നലെ 120. ആ അപ്പൊ ഇന്നും അത് തന്നെ ചോറ്. അറിയില്ലല്ലോ ഇനിയിപ്പോ. അങ്ങനെയൊന്നും ഇവിടെ കൂടൂല. നാളെ വരുമല്ലോ. അയ്യോ ഇവിടെ ഇല ഇല ഇല. കറി തരാം തരാം, എല്ലാം തരാം. ഇതാ വരുന്നു. ആ ജോസേട്ടാ, ഇല്ല ഊണ് കഴിച്ചു കഴിഞ്ഞില്ല. ഇവിടെ ഭയങ്കര തിരക്കാണെന്ന്. ഈ ചോറിട്ടിട്ട് കറി ചോദിച്ചിട്ട് 1/2 മണിക്കൂറായി. അല്ല വണ്ടി ഞാൻ എടുത്തു തരാം, ഇന്ന് തന്നെ പോകാം. റെഡിയായി നിന്നോ, ഞാനിപ്പോ അങ്ങോട്ട് വരാം കേട്ടാ. ശരി. ചേട്ടന് വണ്ടി കച്ചവടമാണോ? അങ്ങനെയില്ല, ജോലിയുണ്ട്. പിന്നെ ഇപ്പൊ ഫ്രീ ആയോണ്ട് ഒന്ന് സൈഡായിട്ട് ഉണ്ടല്ലേ. ഇല നിനക്ക് ഉള്ളതിൽ ഏറ്റവും വലിയ ഇലവൊക്കെയാണ് ഞാൻ എടുത്തത്. നിന്നെ ഒന്നും വയറും മനസ്സൊക്കെ നിറച്ച വിടും ഞാൻ. ചേട്ടാ അറിയില്ല ചേട്ടാ. ചോറ് വന്നില്ല ഇനിയാ, കറി ഇനി പിറകെ വരും. ഇവിടെ ചോറ് പോലും കിട്ടിയില്ല. ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് കിടന്ന് ഇത്രയും 4 കൂട്ടം കറിയും ചോറും ഉണ്ടാക്കി കൃത്യസമയത്ത് നിങ്ങൾക്ക് തരുന്നില്ല. എന്നിട്ട് പിന്നെ നേരം ഇത് തരാം തരാം വ്യാരിച്ചാലും സാറേ തരാന്നേ. അടങ്ങുന്നു. എന്തെങ്കിലും ഒന്ന് ഒഴിക്കത്, ഒരു പിടി തിന്നട്ടെ. ആ നല്ല മോരുണ്ട്, മോര്. ചേട്ടാ ഇവിടെ ഒഴിക്കുക ചേട്ടാ. നീയാ കഴിച്ചോണ്ടിരിക്കുന്നവർക്ക് കൊടുക്കട്ടെ. വീട്ടില് ഭാര്യ പോലും ഇങ്ങനെ വിളമ്പി തരൂല ഈ ഇത്തരം സൗകര്യത്തില്. അതാ ഇവിടെ നിന്നും കഴിക്കണവര് പറയട്ടെ. സംഭവം സൂപ്പറാണ്. ചേട്ടാ മീൻചാറിൽ ഇത് മീൻചാറ് തന്നെ കഴിക്ക്. അവിടെ വറുത്തത് ഫ്രൈ. എന്ത് വേണം? ഫിഷ് ഫ്രൈ, ഫിഷ് അത് വേണം. ആവോലിയുണ്ട്, നെമ്മീനുണ്ട്, കരിമീനുണ്ട്, ചാളയുണ്ട്, നൊത്തോലിയുണ്ട്. ചേട്ടാ സ്രാവുണ്ട് ചേട്ടാ. സ്രാവുണ്ട് കടലില്. ഇവിടെ ഉള്ള മീനിന്റെ പേരാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നീ ഇല്ലാത്ത മീനിന്റെ കാര്യം പറഞ്ഞു. ഞാൻ എന്തോ ചെയ്യും? ചോദിച്ചോണ്ടാണ് ഞാൻ പറഞ്ഞ കടലിലേ ഉള്ളൂ. അതെ, ആ ചാട്ടം മാത്രമേ ഉള്ളൂ, ഉള്ളു പൊള്ളയാണ്. ഉള്ളു പൊള്ളയൊന്നും അല്ല. എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ മഹാ മോശമാണ്. പിന്നെ വറുത്ത മീൻ ഇതാ ഇപ്പൊ എടുത്തിട്ട് വരാം. ഇട്ടേക്കണം, ഇപ്പൊ എടുത്തിട്ട് വരാം. ശാരദേ, ഒരു ഊണ് വാങ്ങിച്ചതാണ്, ലോൺ എടുത്ത പോലെയായി. ഗഡുക്കളായിട്ട് സാധനം കിട്ടണത്. മറിമായത്തിൻ്റെ ആരംഭം മുതൽ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് മനോരമ മാക്സിലൂടെ ഫ്രീ ആയിട്ട് കാണാം. അപ്പോൾ കാണാൻ മറക്കണ്ട. ചിരിക്കാം, ചിന്തിക്കാം. മറിമായം.